Hey guys, welcome back to my channel. It's me Joshua Tupendo. അപ്പോൾ ഗൈസ് എല്ലാവരും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നവിടെ ആദ്യത്തെ ഒരു ഗെയിമിംഗ് വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് റോബ്ലോക്സ് ആണ്. റോബ്ലോക്സിലെ സ്റ്റീൽ ബ്രെയിൻ റോട്ടാണ് കളിക്കാൻ പോകുന്നത് ഗൈസ്. ഇതാണ് എൻ്റെ ഓൾറെഡി ഉള്ള ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ റോബക്സ് കൊടുത്തൊന്നും വാങ്ങിച്ചിട്ടില്ല. ഇതാണ് എൻ്റെ ബേസ്. രണ്ട് നിലയാണ്. ഇവിടെ ഫുള്ള് മിത്തിക്ക് സാധനങ്ങളാണ് എൻ്റെ ബേസിനകത്ത് കൂടുതലായിട്ട് ഇരിക്കുന്നത്. ഞാൻ കുറേ റീബർത്തും ചെയ്തിട്ടുണ്ട്. എൻ്റെ 4 ലിറുവും പിന്നെ ഓറാങ്കുട്ടി അസസിനി, റൈനോ, ടൊസ്റ്റർ, റേറോ, ടേ സഹൂർ, പിന്നെ ഗ്ലോബ്ര ഫുട്ടേഡോ, ഗ്യാങ്സ്റ്റർ ഫുട്ടേർ, അതൊക്കെയാണ് ഈ ഇരിക്കുന്നത്. എന്തായാലും ഞാൻ എൻ്റെ ബേസ് ലോക്ക് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. ബാക്കി ഉണ്ടല്ലേ ഇഷ്ടം പോലെ നമ്മളിപ്പോൾ എൻ്റെ ഇപ്പോൾ തന്നെ 3.8 ബില്യൺ ഉണ്ട് ഗൈസ്. നല്ല പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് റീബർത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് മിത്തിക്കിൻ്റെ ഇതാണ് ഈസ് വേണ്ടിയത്. അത് നമുക്കിതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതുതന്നെ അതുകൂടെ വാങ്ങിക്കണം. ഇത് നമുക്ക് ബേസ് അങ്ങ് ലോക്ക് ചെയ്യാം ഗൈസ്. കള്ളന്മാരെ മൊത്തം കള്ളന്മാരാണ് ഈസ് ഗൈസ്. ലോക്ക് എൻ്റെ ബേസ് അങ്ങനെ വെച്ച് ഗൈസ് നെറ്റിൻ്റെ എറാന്ന് തോന്നി. എന്തായാലും ഞാൻ ലോക്ക് ചെയ്തിട്ടുണ്ട്. സീനില്ലാന്ന് തോന്നി. ഓ ഗൈസ് ഇവനേതാണ് ഈസ്. ഗൈസ് ഇവനേതാ തല്ലിയിട്ടല്ലേ. വോയിസ് ഇങ്ങനെ ഒറിജിനൽ അല്ലെന്ന് തോന്നി എനിക്ക്. പിന്നെ നമ്മുടെ ബേസിനകത്ത് നമ്മുടെ ടേ സഹൂറൊക്കെ ഉണ്ട്. ടേ സഹൂർ എത്തിക്ക് സാധനമാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യും. എന്തായാലും നമുക്ക് ഒന്ന് റീസ്പോൺ ചെയ്യാം ഗൈസ്. റീസ്പോൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ പോവായിരിക്കും. നമുക്ക് നോക്കാം ഗൈസ്. റീസ്പോൺ ചെയ്യുമ്പോൾ ഇറങ്ങിപ്പോയോ ഗൈസ്. ഇഷ്ടമായി നമുക്ക് എന്തായാലും ഇഷ്ടംപോലെ ബ്രെയിൻ റോഡ്. അപ്പോൾ ഞാൻ കുറച്ച് ബ്രെയിൻ റോഡ് നമുക്ക് മോഷ്ടി പോയി. മെയിനായിട്ട് ഗണ്ണ് വെച്ചിട്ടുണ്ട്. ഇതിന് ട്രാപ്പും എല്ലാം വെച്ചിട്ടുണ്ട്. അവരെല്ലാം കള്ളന്മാരാണ്. ഓ ബസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ആ ട്രാപ്പിൽ കിട്ടി. ഞാൻ ചാടാൻ നോക്കിയാണ് ശരിയായില്ല. മേളിൽ എൻ്റെ ഒരു ലെറുവും പിന്നെ ഒരു ലെജൻഡറി ആണ് ഇരിക്കുന്നത്. ലെജൻഡറി എല്ലാം വിൽക്കാൻ ഞാൻ വിചാരിച്ചു. കാരണം ഇനിയിപ്പോൾ ലെജൻഡറി എല്ലാം വെച്ചിട്ടൊന്നും കാര്യമില്ല. എന്നാലും ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ 4 ബില്യൺ ആവാനുണ്ട്. കാരണം ഇപ്പോൾ തന്നെ ഇത് തന്നെ 1 ബില്യൺ ആവാറായി. ഫുള്ള് ഏകദേശം നമ്മൾ നല്ല പൈസ ഉണ്ട് ഏകദേശം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാൻ പോകുന്നത് നമുക്ക് മിത്തിക്ക് സാധനങ്ങൾ നമുക്ക് എടുക്കാൻ നോക്കാം. ഇനിയും മിത്തിക്ക് നമുക്ക് നോക്കാം. അപ്പോൾ എനിക്കിനിയിപ്പോൾ റീബർത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ബമ്പർഡിയിലോ ക്രൊക്കോഡിയിലോ ആണ് വേണ്ടിയത്. എനിക്ക് പറഞ്ഞാൽ ഉണ്ടായിരുന്നു. പക്ഷേ സ്റ്റീൽ കൊണ്ടുപോയതാണ്. ഇത് ചെയ്യാൻ നമുക്ക് ഫുൾ സീനായിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇത് ബേസ് ലോക്ക് ചെയ്തിട്ട് നമുക്ക് പോകാം ഗൈസ്. നോക്കാം ബമ്പർഡിയിലോ ക്രൊക്കോഡിയിലോ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അല്ലെങ്കിൽ ആരുടെയും അടുത്ത് സ്റ്റീൽ ചെയ്താലും മതി. സ്റ്റീൽ ചെയ്യാം നോക്കട്ടെ. അതിന് മുമ്പ് ആദ്യം ബേസ് ലോക്ക് ചെയ്യട്ടെ. സാധനം ഷോപ്പിൽ പോയി സാധനമൊക്കെ വാങ്ങി ഗൈസ്. അത് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായിട്ട് വീഡിയോ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. അതൊക്കെ എങ്ങനെയെങ്കിലും നല്ല കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആക്കാൻ നിങ്ങൾ എല്ലാവരും ശ്രമിക്കുക ഗൈസ്. നമുക്ക് എന്തായാലും നേരെ താഴോട്ട് പോകും ഗൈസ്. മിത്തിക്കിന് 11 മിനിറ്റ് ഗൈസ്. 11 മിനിറ്റിനുള്ളിൽ മിത്തിക്ക് വരത്തുള്ളൂ. ഗ്യാരൻറ്റീഡ് മിത്തിക്ക്. ബസ്സാണ് 3 നിലയുള്ളൊരു ബേസ്. ഇതിനകത്ത് ലെറും ഒക്കെ ഉണ്ട് ഗൈസ്. അതേ ഉള്ളൂ. മിത്തിക്ക് മാത്രമേ ഉള്ളൂ ഗൈസ്. ആ മേളിലായിരിക്കും സ്പീക്കറിലൂടെ വെച്ചാൽ മേളിൽ നമ്മൾ എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്ക് നമ്മളെ പിടിച്ചിട്ട് കഴിഞ്ഞിട്ട് ഗൈസ്. ഇതിനകത്ത് 2-3 2 നിലയുള്ള ബേസേ ഉള്ളൂ ഗൈസ്. ബാക്കി മൊത്തം 3 നിലയുടെ ബേസാണ് ഗൈസ്. മൊത്തം പ്രോ പ്ലെയേഴ്സാണ് ഗൈസ്. നമുക്ക് ശ്രദ്ധിച്ച് കളിക്കാം ഗൈസ്. ലെജൻഡറി ഷെഫ് ക്രാബനിയുടെയൊക്കെ നമുക്ക് മിത്തിക്കാണ് ഈസ് വേണ്ടി. മിത്തിക്ക് ബമ്പർഡിയിലോ ക്രൊക്കോഡിയിലോ ആണ് ഈസ് വേണ്ടി. നമുക്ക് നോക്കാം ബമ്പർഡിയിലോ ക്രൊക്കോഡിയിലോ. എനിക്കത് രാത്രിയായിട്ടാണ് ഇത്തിരി പ്ലേയേഴ്സിന് ഇല്ലെന്ന് തോന്നുന്നു. ആരും പുറത്താരും കാണുന്നില്ല ഈസ് വലുതായിട്ട്. എല്ലാവരും തന്നെ ഉണ്ട് ബേസിൻ്റെ ഫ്രണ്ടിലായിട്ടൊക്കെ ചുമ്മാ നിൽക്കുന്നേ ഉള്ളൂ. അല്ല സാധാരണ ഞാൻ എപ്പോഴും ഇവിടെ വരുമ്പോഴത്തേക്ക് അതായത് സാറ് കളിക്കാൻ നേരത്തല്ല ഇവിടെ മൊത്തം ആൾക്കാരാണ് ഈസ്. നമുക്ക് ഈ സൈഡിലോട്ട് നിൽക്കാനേ പറ്റത്തില്ല. ഇവിടെ മൊത്തം ആൾക്കാരെല്ലാം കൂടെ ഇങ്ങനെ നിന്ന് നമുക്ക് ദിവസവും വാങ്ങിക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും മിത്തിക്കും എല്ലാം വാങ്ങിക്കണം അപ്പം എടുത്തുകൊണ്ട് പോകും ഗൈസ്. അങ്ങനത്തെ ഇതാണ് ഈ ബേസ്. എന്തായാലും എത്രയുണ്ട് എണ്ണ ബേസ് 40 സെക്കൻഡുണ്ട് ഈ സെക്കൻഡിൽ പെട്ടെന്ന് നമ്മൾ നോക്കാം. ഏറ്റവും ഫ്രണ്ട്ലി ബേസ് ആണ് ഇവിടെ. MDBS ഉണ്ട്. ഇവിടെ കിട്ടുമായിരുന്നു നല്ലതായിരുന്നു ഗൈസ്. ഏറ്റവും ഫ്രണ്ട്ലി ബേസ് ആയിരുന്നാണ് എപ്പോഴും നല്ലത്. നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് മിത്തിയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും ഗൈസ്. ഫുള്ള് എപ്പിക്കും ലെജൻഡറി ഒക്കെയാണ് ശരി. മിത്തിക്കൊന്നും അങ്ങനെ വരാറേ ഇല്ല ഗൈസ്. സമയം എടുക്കും ഗൈസ്. അപ്പോഴത്തേക്ക് നല്ല ഷോപ്പിൽ പോയി ഒരു സാധനം വാങ്ങി എൻ്റെ ബേസിൽ ലോക്ക് ചെയ്യട്ടെ ഗൈസ്. എൻ്റെ കള്ളന്മാരാണ് ഗൈസ്. ഇപ്പോൾ തന്നെ കണ്ടാണ് അവിടെ മേളിൽ ട്രാപ്പൊക്കെ വെച്ചേക്കും ഗൈസ്. അവന്മാർ കള്ളന്മാരാണ് ഗൈസ്. ഫുൾ ഗൈസ്. എൻ്റെ പൊന്നെ ഗൈസ് എനിക്ക് ലീവ് ചെയ്തേ പറ്റത്തുള്ളൂ ഗൈസ്. ഗൈസ് ഒരു എൻ്റെ ബേസിനകത്ത് കയറി ഇരിപ്പുണ്ട് ഗൈസ്. ടൈം ആകുമ്പോൾ അവനെ ഇതിനകത്തുനിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. അല്ല എന്നെ ഫ്രീസ് ആക്കിയിട്ട് എൻ്റെ ഇത് മോഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. നമ്മളെല്ലാം കള്ളന്മാരാണ് ഗൈസ്. നമ്മൾ ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ നമ്മുടെ എല്ലാം പോകും വീടിൻ്റെ അടുത്ത്. എനിക്കറിയാം ഇഷ്ടംപോലെ നല്ല പൈസ ഉണ്ട് ഗൈസ്. എല്ലാം നമ്മൾ എടുത്തിട്ടില്ലെന്ന് ഇതുവരെ. നമുക്കിതെല്ലാം എടുക്കാം ഗൈസ്.
അപ്പോൾ തന്നെ എൻ്റെ 3.34 ബില്യണാണ് ഗൈസ്. നമുക്ക് റീബർത്ത് യാത്രയൊന്നും വേണ്ടെന്ന് തോന്നി. റീബർത്ത് ചെയ്യാവുന്നതിന് ഡബിൾ പൈസ കൊണ്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. റീബർത്ത് ചെയ്യാണ്ട് നമുക്ക് 350 മില്യൺ മതി ഗൈസ്. നമ്മളിപ്പോൾ തന്നെ 3 ബില്യൺ ആക്കിയിട്ടുണ്ട് ഗൈസ്. എൻ്റെ പിന്നെ ഗൈസ് ഇതവനെ ഏതവനാണ് ഗൈസ് എൻ്റെ ബേസിനകത്ത് കയറി. അവിടെ ഗൈസ് ഇവനൊരു സീനാണല്ലോ. ഷിറ്റ്. ഈ കാര്യം ചെയ്യാം ഗൈസ്, നമുക്ക് റീബർത്തും പോട്ടെ, ഷോപ്പിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ബേസ് ഈ പ്രാവശ്യം ലാസ്റ്റാണ് ഗൈസ് കിട്ടിയിരിക്കുന്നത്. അതെന്ത് പരിപാടിയാണ്, ഏറ്റവും ലാസ്റ്റാണ് ഗൈസ് കിട്ടിയേക്കുന്നത് ഗൈസ്. അതൊരു വല്ലാത്ത പരിപാടിയായി ബേസ്. നമ്മുടെ ബേസ് ഇത്രയും ലാസ്റ്റ് ആയി പോയണോ. ഇനിയിപ്പോൾ എന്തെങ്കിലും ലെജൻഡറിയോ മിത്തിക്കോ വല്ലതും വരുമ്പോൾ ശരിയാതില്ല ഗൈസ്. അത് നോക്കാം ഗൈസ്. ഇവിടെ മൊത്തം വലിയ ആൾക്കാരില്ലെന്ന് തോന്നുന്നു. ഫ്രണ്ടിലായിട്ടൊന്നും ആരും നിൽപ്പില്ല അങ്ങനെ വലുതായിട്ട്. അതായത് നോക്കാം ഗൈസ്, ഇവിടെ നിൽക്കുന്നുണ്ടോ എന്ന് നോക്കാം. എൻ്റെ ബേസ് എപ്പോഴും നമ്മൾ ലോക്ക് ചെയ്തിടാൻ ശ്രദ്ധിക്കണം ഗൈസ്, അല്ലെങ്കിൽ പിന്നെ കള്ളന്മാരാണ് ഫുള്ള് കള്ളന്മാരാണ് ഗൈസ്. 52 സെക്കൻഡ് ഇനിയുണ്ട് ഈ സംഭവം ഗൈസ്. എൻ്റെ അനിയൻ ജോലിൻ്റെ കൂടെ ഞാൻ കളിക്കാറുണ്ട് ഗൈസ്. അവനിപ്പോൾ കിടന്ന് ഉറങ്ങുമല്ലോ ഗൈസ്, എനിക്കറിയില്ല. നമുക്ക് ഇത് എന്തിനുണ്ട് ഗൈസ്, അത് മെത്തിക്കുന്നില്ല ഗൈസ്. ഇത് മേളിൽ കാണുന്നു, നോക്കിയിട്ട് വരാം ഗൈസ്. ഗൈസ് ഞാൻ ഈ കീബോർഡാണ് യൂസ് ചെയ്യുന്നത്. കീബോർഡ് യൂസ് ചെയ്ത് എനിക്ക് വലിയ പരിചയമില്ല. ഈ ഫോണിൽ കീബോർഡ് കണക്ട് ചെയ്ത് യൂസ് ചെയ്താണ് ഗൈസ്. ഫോണിലല്ല, ലാപ്പിൽ മറ്റേ കീബോർഡ് കണക്ട് ചെയ്യണമാണ് ഗൈസ്. ഈ കീബോർഡ് ഞാൻ അത്ര പരിചയമില്ല. ഞാൻ ഫോണിലാണ് മെയിനായിട്ട് കളിക്കാറുള്ളത്. നോക്കാം ഗൈസ്. അതേതാണ് ഗൈസ്, യഥാർത്ഥം അടിച്ചു വരിക്കുന്നത്. എനിക്ക് ഇനിയിപ്പോൾ ഫ്രണ്ട് ഹോകളായിരിക്കും ഗൈസ്. അമ്മ റീബർത്ത് ചെയ്യാൻ വേണ്ടി മാറ്റുന്നതായിരിക്കും ഗൈസ്. എൻ്റെ ബേസ് ഗൈസ് കറക്റ്റ് ടൈമിങ്. വേറെ 2 സെക്കൻഡ് 1 സെക്കൻഡ് കഴിഞ്ഞ് കറക്റ്റ് ടൈമിങ് ഗൈസ്. അതിനിപ്പോൾ 110 സെക്കൻഡാണ് ഉള്ളത്. 110 മാക്സ്, അല്ല 110 ഇപ്പോൾ ഇരിക്കുന്നത്. 140 അറ്റ്ലീസ്റ്റ് ആക്കിയാലേ ആകത്തുള്ളൂ ഗൈസ്. സേഫ്റ്റി. എൻ്റെ ഫ്രണ്ടിന് ഗൈസ് ഇപ്പം മിത്തിക്ക് വരും. വാങ്ങിക്കാം ഗൈസ്. ഇത് ലേറു ആണ് ഗൈസ്. എന്തായാലും വാങ്ങിച്ചേക്കാം, നോക്കാം. ഗൈസ് യൂണിയൻ മോർ റൂം. എൻ്റെ പൊന്നെ ഗൈസ്, ഞാൻ ശ്രദ്ധിച്ചില്ല. ഷിറ്റ് ഗൈസ്, ഞാനത് ആ ഒരു എപ്പിക്കൊക്കെ വാങ്ങിച്ചിട്ടാകുന്നുണ്ടാണ് ഗൈസ്. ഈ ആണ് എന്ത് ഗ്യാങ്സ്റ്റർ ഫുട്വെയറൊക്കെ ചുമ്മാ വാങ്ങിച്ചിട്ടാണ് ഗൈസ്. അത് ഈ പാലും കൊണ്ടുപോയി കാണും ഗൈസ്. അല്ല അങ്ങനെ ഇരിക്കത്തി. കൊണ്ടുപോയില്ല ഗൈസ്. അതെന്താണ് ഗൈസ്? വാ അത്ര ഉള്ളു ഗൈസ്. വാങ്ങിച്ച് അത് വാങ്ങിച്ചു ഗൈസ്. ഞാൻ വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കി. അത് നമ്മളിന്നൊരു മിത്തിക്ക് എടുത്ത് ഗൈസ്. മിത്തിക്ക് പക്ഷേ എനിക്ക് ഗൈസ് ഇല്ല. ഞാൻ ചോദിച്ചാൽ പെട്ടെന്ന് അത് കണ്ട ബ്രെയിൻ റോഡ് ബോർഡ് പോലെ വാങ്ങി ഗൈസ്. ഗോഡ് പക്ഷേ ഇല്ല ഗൈസ്. ഗോഡ് നമുക്ക് ഇപ്പം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഈവൻറ്റ് വരണം, അല്ലെങ്കിൽ പിന്നെ ഇവർ ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. ടാർഗറ്റ് ലൈക്ക് ആയിക്കഴിഞ്ഞാൽ മാത്രമേ ഇത് വരത്തുള്ളൂ ഗൈസ്. നമ്മളതിന് വരുന്നത് ഗോഡ്. എനിക്കൊരു ഗോഡ് കിട്ടിയതായിരുന്നു ഗൈസ്. ഒരു ദിവസം നെറ്റ് പോയി, കറണ്ട് പോയി, അടുത്ത അടിച്ച് പോയിക്കോളൂ ഗൈസ്. ഇത് ചെയ്യാമെന്ന് പറ. നമ്മൾ മാക്സിമം ഇതൊക്കെ ശ്രദ്ധിക്കാൻ ഗൈസ്. ഇതൊക്കെ ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ സീനാണ് ഗൈസ്. നമ്മുടെ ന്യൂ മാസ്റ്ററൊക്കെ തുടങ്ങിയ ഒരു പ്രൈവറ്റ് സെർവറും തുടങ്ങിയാലേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ ഗോഡൊക്കെ വെച്ചുകൊണ്ട് കളിക്കാൻ പറ്റത്തില്ല ഗൈസ്. എല്ലാവരും ലോക്ക് ചെയ്യാം ഗൈസ്. 5 സെക്കൻഡ് കൂടെ ഉള്ളൂ. ഓട്ടോമാറ്റിക്കായിട്ട് ഈ ബേസ് ഇതാകുമ്പോൾ ലോക്ക് ആവുന്ന ഒരു സിസ്റ്റമൊക്കെ ഉണ്ടായത് കൊള്ളായിരുന്നു. ഇങ്ങനെ സംഭവമൊക്കെ വെക്കണം ഗൈസ്. ഇവിടെ പീപ്പിൾസ് നമ്മളോട് ഇപ്പോൾ കളിക്കുന്നവരുടെ ഇത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ സിവൻ്റെ എനിക്ക് 5565 ഒരു 2280 ബില്യൺ 2.280 ആണെന്ന് തോന്നി എനിക്ക് പിന്നെന്നാലും വിഷയമാണ് ഗൈസ്. പിന്നെ ഞാനിപ്പോൾ എത്ര സ്ഥലമാണ് ഞാൻ 3ാമത്തെയാണ് ഗൈസ്. അല്ല 4 542 ബില്യൺ അല്ല 3.42 ബില്യൺ ഉള്ളു. എനിക്കൊന്നത് വേറെ എന്തെങ്കിലും ആയിരിക്കും ഗൈസ്. കളിയുടെ ആയിരിക്കത്തില്ല. നമ്മുടെ കയ്യിൽ എത്ര രൂപയുടെ ബ്രെയിൻ റോഡ് ഉണ്ടെന്നായിരിക്കും ഗൈസ്. എന്തായാലും എനിക്കൊരു ബൊമ്പർഡിയിലോ ക്രൊക്കഡിയിലോ കിട്ടുവാണെങ്കിൽ എനിക്ക് റീബർത്ത് ചെയ്യാം ഗൈസ്. എൻ്റെ ഫേക്ക് അക്കൗണ്ടിലോട്ട് നമുക്ക് നമ്മുടെ മിത്തിക്ക് മൊത്തം മാറ്റാൻ ഗൈസ്. എന്നിട്ട് നമുക്ക് റീബർത്ത് കൊടുക്കാൻ ഗൈസ്. നമ്മൾ മാക്സിമം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇനി റീബർത്ത് ചെയ്യുന്ന സമയമാകുമ്പോൾ നമ്മൾ ഫേക്ക് അക്കൗണ്ട് തുടങ്ങിയിട്ട് അതിലോട്ട് വരുന്നതാണ്. നമ്മുടെ ഇപ്പോൾ ഏറ്റവും കൂടുതലിരിക്കുന്ന എനിക്ക് തോന്നി ഇതാന്ന് തോന്നി സ്റ്റേറ്റേ സഹൂർ. നമ്മുടെ ലെറു വരെ 8.7 കേസ് ഇതേ കിട്ടത്തുള്ളൂ ഒരു സെക്കൻഡിൽ. പക്ഷേ നമ്മുടെ ടെട്ടേ സഹൂർ 9.5 ആണ്.
ഓറാൻകുട്ടി അത് 2K ഉള്ളൂ ഗൈസ്. പിന്നെ അതുള്ളത് എൻ്റെ വേറൊരെണ്ണം ഉണ്ടായിരുന്നു, അതിൻ്റെ പേരെനിക്കറിയത്തില്ല. ഒരു കുതിരയുടെ കൂട്ടിരിക്കുന്ന ഒരു ബ്രെയിൻ റോട്ട്, അത് മിത്തിക്കാനായിരുന്നു ഗൈസ്. അത് നല്ല അത്യാവശ്യം മണിക്കൂർ പോട്ടെ, സെക്കൻഡ് 10K വെച്ച് വരുന്നായിരുന്നു ഗൈസ്. പക്ഷെ അത് കൊണ്ടുപോയി ഗൈസ്. ഞാൻ അവിടെ ഇരുന്ന് ബ്രെയിൻ റോട്ട് ഗോളിന് വേണ്ടി അടി ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോൾ എടുത്തോണ്ട് പോയി ഗൈസ്. ഇത് ചെയ്യാറുള്ളതാണ് ഗൈസ്. നമ്മുടെ ഈ ബ്രെയിൻ റോട്ട് ഗോഡ് ഈ ലെജൻഡറി കൂട്ടൊക്കെ തന്നെ ഇരിക്കും ഗൈസ്. ആണ് ഈ എൻ്റെ ഇരിക്കുന്ന ഈ ലെജൻഡറി ഉണ്ടല്ലേ ഗൈസ്, ഈ ലെജൻഡറി ഞാൻ നോക്കിയപ്പോൾ ഇത് ലെജൻഡറി ഇതുപോലെ തരണം പോകുന്നു. ഞാൻ ലെജൻഡറി എന്ന് ഞാൻ ഇട്ട് കളഞ്ഞാണ് ഗൈസ്. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഞാൻ ഉത്സവം എടുത്തുകൊണ്ട് പോകുന്നു. നോക്കിയപ്പോൾ ബ്രെയിൻ റോട്ട് ഗോഡ്. അതാണ് ഗൈസ്, നമ്മളിങ്ങനെ ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ പോവും ഗൈസ് എല്ലാം. ഓ ഗൈസ് ലോക്കായി. നമ്മുടെ ഇതുവരെ 1.9K ആയിരുന്നുള്ളൂ ഗൈസ് പെർ സെക്കൻഡ്. ഈ നമ്മുടെ ഫ്രിഗോ കെമാലിയോ സ്മെത്തിക്കൊന്നും ഇല്ലെന്ന് തോന്നി ഗൈസ് ഇന്ന്. പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് ആരുടെ അടുത്ത് സ്റ്റീൽ ചെയ്യാൻ നോക്കായിരുന്നു ഗൈസ്. സ്റ്റീൽ ചെയ്യാൻ ഇവന്മാർ ഇവിടെ എല്ലാം empty ബേസ് ആണ്. സാപ്പിടി 2-3 ബേസേ ഉള്ളൂ ഓപ്പൺ ആയിരിക്കുന്നത്. ഗൈസ് അവിടെ ഒരു ബേസ് ഓപ്പണാ. ഗോയ്സ് മറ്റേ സംഭവം കമ്പാർഡിയിലോ ക്രക്കടിയിലോ ഓപ്പണാവും. ഈ സ്റ്റീല്. ഓ ഗായ്സ് യു നീഡ് മോർ റൂം. എൻ്റെ പൊന്നോ ഗായ്സ്, കറക്റ്റ് ടൈമിൽ ഞാൻ അടിച്ചു മാറ്റേണ്ടിയായിരുന്നു ഗൈസ്. ആ ടൈമിൽ തന്നെ ഗായ്സ് ഞാൻ അടിച്ചു മാറ്റാൻ വന്നതായിരുന്നു ഗൈസ്. അപ്പം തന്നെ അവൻ്റെ യു നീഡ് മോർ റൂം ഗായ്സ്. ഞാൻ ഈ ഉള്ള എന്താ ലെജൻഡറി എല്ലാം വാങ്ങിച്ചിട്ട് ആകുന്നതുകൊണ്ടാണ് ഇത്. എനിക്കൊന്നും എൻ്റെ ഫേക്ക് അക്കൗണ്ടാണ് വേണ്ടത്. കാരണം ഇതുകൊണ്ട് വലിയ അപ്ഗ്രേഡ് അല്ല, പക്ഷേ മിത്തിക്കൽ ലെജൻഡറി ഒക്കെയാണ് ഫുള്ളിരിക്കുന്നത്. എത്ര സെക്കൻഡ് ഉണ്ട്? 47 സെക്കൻഡ് ഉണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ബേസ് ലോക്ക് ചെയ്തിട്ട് വരാം. എൻ്റെ ബേസിന് 43 സെക്കൻഡ് ഉണ്ട്. 42 അവൻ്റെ അത് ആദ്യം നോക്കാം. ഒരു 32 സെക്കൻഡ് ഗായ്സ്. എൻ്റെ ബേസ് ആദ്യം ലോക്ക് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഗായ്സ് ഇവനാണ് ഇതിനകത്ത് കയറിയിരിക്കുന്നത്. ഗായ്സ് ഞാൻ ഇറങ്ങി ഗൈസ്. അല്ല ഇറങ്ങിയില്ല ശരിയാവത്തില്ല ഗൈസ്. ഇവന്മാരുടെ ഏറ്റവും വലിയ പ്രശ്നം ശരിക്കും ഇത് എത്ര റീബർത്തിലാണെന്ന് അറിയത്തില്ല ഗൈസ്. ഈ വെല്ലാൻ്റെ ബേസിൽ ഞാൻ കയറാൻ പറ്റുന്നത്. അതെനിക്ക് തോന്നുന്നെങ്കിൽ റോബോക്സ് എടുത്തെടുത്തായിരിക്കും, അല്ലെങ്കിൽ പിന്നെ നമ്മൾ റീബർത്ത് ചെയ്തെടുക്കുന്നതായിരിക്കും. അത് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഇതാണ്. കാരണം അവർ ബേസ് ലോക്ക് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ മറ്റേ സ്റ്റാച്ചു ഒക്കെ ഉപയോഗിച്ച് സ്റ്റാച്ചു വെക്കാൻ കഴിയുന്ന ആൾക്കാരെ അവിടെ മോഷ്ടിച്ചുകൊണ്ട് പോകാം. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു എൻ്റെ നൈസ് അനുഭവം. ഞാൻ സിങ്യാങ് ഈവൻറ്റ് നടക്കുമോ? ഇങ്യാങ് ഈവൻറ്റ് നടക്കുവാണ്. ഇങ്യാങ് ഈവൻറ്റ് കഴിഞ്ഞില്ല, കഴിഞ്ഞ ദിവസം ഞാൻ കളിച്ചതാണ് സിങ്യാങ് ഈവൻറ്റ്. എനിക്കൊരു ഫ്രീ സ്പിൻ കിട്ടുന്നുണ്ട്. നമുക്ക് ഫ്രീ സ്പിന്നും കൂടെ ചെയ്യാം. നമുക്ക് ബേസ് ലോക്ക് ചെയ്തിട്ട് പോകാം ഗൈസ്. അല്ലെങ്കിൽ പിന്നെ ഇങ്യാങ് ഈവൻറ്റ് ആയതുകൊണ്ട് എല്ലാം കൂടെ കയറി വരും ഗൈസ്. വല്ല ഗോഡും എല്ലാം കിട്ടിയാൽ മതിയായിരുന്നു ഗൈസ്. ഒരു ഗോഡ് കിട്ടിയാൽ മതിയായിരുന്നു. ഒരു ഗോഡ്, ഒറ്റ ഗോഡ്. അതിന് നമുക്ക് ആവശ്യമായിട്ടെല്ലാം ഡിലീറ്റ് കളയാം. സെല്ല് കളയാം. ഡിലീറ്റ് ചെയ്യാൻ എന്തൊക്കെ മണ്ണത്രമാണ് ഗൈസ് പറയുന്നത്. എനിക്ക് തന്നെ അറിയത്തില്ല ഞാൻ എന്താ പറയുന്നത്. മേളിലെന്തിനുണ്ട്? മേളിൽ ഒരു ലെജൻഡറി ഉണ്ട്. ഈ ലെജൻഡറി കൊടുക്കും. പക്ഷേ ലെജൻഡറി ലുക്കുണ്ട്. ഇതാണ് കാണാൻ നല്ലൊരു ലുക്കുള്ള ലെജൻഡറി. ബംബർലീനോ ലോലിലിയോ എന്നോട് പറഞ്ഞു. എനിക്ക് ഈ പേര് വലുതായിട്ട് അറിയത്തില്ല, പക്ഷേ ഏകദേശം എല്ലാം ഉണ്ട്. പക്ഷെ പേരറിയത്തില്ല. അതുകൊണ്ട് ഇതിൻ്റെ കാര്യമാണ് ശരിക്കും പറഞ്ഞെങ്കിൽ അതിനകത്തില്ല. അതുകൊണ്ട് ഈ കുതിര ഉണ്ട്. എന്തോ കാവാലോ വിറ്റൂസോ അതിൻ്റെ കോമൺ ആയിട്ട് എൻ്റെ ഇരുന്നത്. പക്ഷേ അത് കൊണ്ടുപോയി ഗൈസ്. വല്ല ഗോഡും എല്ലാം കിട്ടാമെന്ന് നോക്കാം ഗൈസ്. ഗൈസ് നോക്കിയാണ് അവിടെ ലൈക്കിൻ്റെ കൗണ്ടിങ്ങുണ്ട്. ഏകദേശം അടുക്കാറായി. ആ ലൈക്കിൻ്റെ കൗണ്ട് ഉണ്ട്. ആ ലൈക്കിൻ്റെ കൗണ്ട് അവർ പറഞ്ഞേക്കുന്ന ഫുൾ കൗണ്ട് എത്തുമ്പോൾ നമുക്ക് ഗ്യാരണ്ടീഡ് ബ്രെയിൻ റോട്ട് ഗോഡ് ഒറ്റ ഒരെണ്ണം കിട്ടത്തുള്ളൂ. ബ്രെയിൻ റോട്ട് ഗോഡ് നമ്മൾ നോക്കുന്ന സമയത്തേ ഇല്ല ഒരു ഇതൊന്നും സൂചന ഒന്നും കാണില്ല. ഞാൻ എൻ്റെ ബേസ് ഒരു വർഷമാണ് ഈ സൈഡിലായിട്ടായിരുന്നു ഞാൻ ഇവിടെ ഇരിക്കുന്നപ്പോൾ. നമുക്ക് ഗ്യാരണ്ടീഡ് ബ്രെയിൻ റോട്ട് ഗോഡ് ഒറ്റൊരു പോക്കായിരുന്നു. നമുക്ക് അതിനൊരു ഇതും കാണിക്കത്തില്ലേ. അവിടെ ശ്രദ്ധിച്ചിരുന്നതേ പോവും. എൻ്റെ ബേസ് ഒന്ന് നോക്കട്ടെ. അതിൻ്റെ ഫ്രണ്ടിലൊക്കെ കുറേ പേര് നിൽപ്പുണ്ട്. നമ്മൾ ബേസ് എപ്പോഴും ലോക്ക് ചെയ്തില്ലെങ്കിൽ പരിപാടിയാണ് ശരിയാകത്തില്ല. ഇങ്യാങ് ഈവൻറ്റിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്നാണ് ബേസ് ലോക്ക് ചെയ്തിട്ട് പോവാം. ഇതാരുടെ ബേസ്? ഗൈസ് ഞാൻ വല്ലവൻ്റെ ബേസിലോട്ട് പോയി കയറി ഗൈസ്. ഇതായിരുന്നു എൻ്റെ ബേസ്. ഞാനത് നോക്കി. എൻ്റെ ബേസിന് ഇത്ര പെട്ടെന്ന് 16 സെക്കൻഡായി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക ഗൈസ്. ഞാൻ വല്ലവൻ്റെ ബേസിൽ കയറിയിട്ട് തുറക്കാൻ നോക്കുക ഗൈസ്. അല്ല കയറാൻ നോക്കുക ഗൈസ്. ഇത് കഷ്ടമാണ്. കൂടി എടുത്ത് കൂടി ഒന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നു. എൻ്റെ പൊന്നെ ഗൈസ്. ഇങ്യാങ് ഈവൻറ്റ് വരുമ്പോൾ ഇവന്മാരെല്ലാം ഇങ്ങനെ ഇറങ്ങി വരും ഗൈസ്. എനിക്കൊന്ന് മിക്ക ആൾക്കാരും വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
അവരുടെ എന്താ മെയിൻ അക്കൗണ്ട് മാറ്റിയിട്ട് ഫേക്ക് അക്കൗണ്ടിലാണ് ചെയ്തത്. മെയിൻ അക്കൗണ്ടിനകത്ത് വലിയ ഫുൾ സാധനങ്ങൾ ഇരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഫ്രീ സ്പിൻ ഉണ്ട്. എവിടെയാണ് ഫ്രീ സ്പിൻ? അപ്പുറത്തായിട്ട് ഫ്രീ സ്പിന്നിൽ എന്തെങ്കിലും കിട്ടും നമുക്ക്. സോ ഫ്രീ സ്പിന്നുണ്ട്, നോക്കാം. കിട്ടും. എന്താണ് ഫുള്ള് എന്താ പറയുക, പൈസ മാത്രമേ കിട്ടത്തുള്ളൂ. ഇതൊന്നും തരത്തില്ല. ഫുൾ ഉടായിപ്പാണ്. ബമ്പർ ഡീലോ ക്രൊക്കോഡീലോ ഗൈസ്. ഇതാണ് എനിക്ക് വേണ്ടിയത്. ഗൈസ് പ്ലീസ് ഗൈസ്, ഇത് കിട്ടിയാൽ മതി ഗൈസ്. കിട്ടിയത് റീബർത്ത് ചെയ്യാം ഗൈസ്. കിട്ട് 1 ചെയ്യിപ്പിച്ചേക്ക്. വടി ഗൈസ് ഇന്ന് കിട്ടിയാൽ മതി ഗൈസ്. ബമ്പർ ഡീലോ ക്രൊക്കോഡീലോ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് റീബർത്ത് ചെയ്യാനുള്ളതാണ് ഗൈസ്. ഞാൻ എല്ലായിടത്തും തരപ്പിയാണ് ഗൈസ്. എൻ്റെ ഉണ്ടായിരുന്നു ഗൈസ് ബമ്പർ ഡീലോ ക്രൊക്കോഡീലോ, പക്ഷേ അത് മോഷ്ടിച്ചുകൊണ്ട് പോയതാണ് ഗൈസ്. നോക്കട്ടെ ഗൈസ്, ഇനി റീബർത്ത് ചെയ്യാൻ പറ്റും നോക്കട്ടെ. യെസ് ഗൈസ്, നമുക്ക് റീബർത്ത് ചെയ്യാൻ പറ്റും ഗൈസ്. അപ്പോൾ ഗൈസ് എന്ത് വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ ഫേക്ക് അക്കൗണ്ടോടെ ഇതായിട്ട് റീബർത്ത് ചെയ്യുന്ന വീഡിയോ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. സ്റ്റോപ്പ്.